ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് സ്ക്രിപ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. എല്ലാ ടെക്നിക്കും തന്നെ പവർഫുൾ ആണ്. എന്നിരുന്നാൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുള്ളവർക്ക്, നമ്മൾ പറയില്ലേ, ഒരാഗ്രഹം നേടിയെടുക്കാൻ ആ ആഗ്രഹം കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. ആ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എങ്ങനെയായിരിക്കുമോ അതേപോലെ നമ്മൾ അതേ എനർജി നമ്മളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന രീതിയിൽ ആ ഇമോഷൻസ്, ചിന്തകളെല്ലാം ആ രീതിയിലേക്ക് കൊണ്ടുവരിക. അത് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മെഡിറ്റേഷനൊക്കെ അതിന് ഒരുപാട് സഹായിക്കും, നമ്മുടെ ചിന്തകളിൽ ഫോക്കസ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതേപോലെ നമ്മൾ ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ ഒന്നുകിൽ വേണ്ടാത്തതായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ, അല്ലെങ്കിൽ ആ ചിന്തകള് നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വ്യതിചലിക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു അത്രത്തോളം അറിയുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിൽ അധികം അങ്ങനെയുള്ള കമന്റുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും കുറെ വീഡിയോസിൽ ഞാൻ തന്നെ കമന്റുകൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാ പിന്നെ ഇനി പണിക്കൊന്നും പോകണ്ടല്ലോ, വെറുതെ ഇരുന്നാ പോരെ, മാസം മാസം പൈസ കാര്യങ്ങളൊക്കെ വരുമല്ലോ, ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നാ പോരെ, ഒരു പണിക്കും പോകണ്ട, വെറുതെ പൈസ വരും, എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ നിന്നല്ല, ഞാൻ ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണുന്ന ഒരു ചാനലിലും തന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി, എല്ലാം നടക്കും എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, എന്താ നമ്മുടെ ഫീലിങ്സ്. ഇപ്പൊ നമുക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ, ആരെങ്കിലും സങ്കടപ്പെടുവോ? ഇപ്പൊ ഒരു വീടാണ് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീടിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഹാപ്പി ഹോർമോൺസ് ആയിരിക്കും ആ ടൈം പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെ? അല്ലാണ്ട് ആരും വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കില്ല. അപ്പോൾ ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി, ഇമോഷൻ എന്ന് പറയുന്നത് ഹൈ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം, അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം, ആ എനർജി ലെവൽ ഹൈ ആക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രവൃത്തി കൂടാതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഒരു കാര്യവും നേടില്ല എന്നുള്ളത് നമ്മുടെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറും. എല്ലാ ആളുകളും തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷന്റെ ഗുരുക്കന്മാരെല്ലാവരും പറയുന്ന കാര്യമാണ്, ആഗ്രഹിക്കുക, അതിനോടൊപ്പം എന്ത് ചെയ്യുക, ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ലോട്ടറി അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് ലോട്ടറി ടിക്കറ്റ് എടുക്കാതെ എങ്ങനെയാ അവർക്ക് അടിക്കുക, അല്ലെ? അതുപോലെ നമ്മൾ വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് സ്ഥലമില്ലാത്ത ആളുകളാണെങ്കിൽ സെന്റിന് നമ്മൾ ആഗ്രഹിക്കുന്ന വിലയ്ക്ക് സ്ഥലം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രോക്കേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സൈറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിട്ടിയോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ലോ ബഡ്ജറ്റ് ഹോംസ് നിർമ്മിക്കുന്ന കൺസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഇത്ര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ കയ്യിലുള്ള പണത്തിനനുസരിച്ച് ഒരു കൊച്ചു വീട് യാഥാർത്ഥ്യമാകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുക്കും, നമ്മൾ മുൻകൈ എടുക്കും. അതാണ് പ്രവൃത്തി എന്ന് പറയുന്ന വരണത്. അപ്പോ നമ്മുടെ ആഗ്രഹവും പ്രവൃത്തിയും ആ എനർജി ലെവലും കൂടി ഒത്തൊരുമിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വേഗത്തിൽ സാധ്യമാകും. ഇതുകൊണ്ടാണ് പല ടെക്നിക്കുകളും നമ്മൾ പറയുമ്പോൾ ആ ടെക്നിക്കുകൾ എഴുതുന്നത് കൊണ്ട് മാത്രം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ ഒരു ഫീലിങ്സും കൂടാതെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, ഒന്നും അതിനകത്തേക്ക് ആ വെള്ളം കിട്ടില്ല. അപ്പൊ എനർജി ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അറിവുകളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ പറയുന്നതെല്ലാം കേട്ടോ. ഒരു അറിവും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ നിങ്ങൾക്കൊരു അറിവ് കിട്ടിയെന്നെങ്കിലും മാത്രം വിചാരിക്കാം, അത് പ്രാവർത്തികമാക്കണോ വേണ്ടയോ നിങ്ങളുടെ ഇഷ്ടം.
വിശ്വസിക്കണോ വേണ്ടയോ അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയോട് കൂടിയിട്ട് നമുക്ക് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആഗ്രഹത്തെ മാത്രം എടുത്തുകൊണ്ട് പല ടെക്നിക്കുകളും ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. സ്ക്രിപ്റ്റിംഗ് മെത്തേഡിൽ ഒന്നിലധികം ആഗ്രഹങ്ങൾ ഒരേ സമയം നമുക്ക് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു സിനിമ കാണുന്ന പോലെ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയിക്കുന്നത് നമ്മളും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളും. അപ്പൊ അതേപോലെ ഒരു സിനിമയായി മാറണമെങ്കിൽ എന്ത് വേണം? ഒരു ത്രെഡ് എന്ന് പറയുന്നതിൽ നിന്നാണ് 2.5 മണിക്കൂർ നീളമുള്ള ഒരു സിനിമയിലേക്ക് നീങ്ങുന്നത്. അതേപോലെ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെയാകണമെന്ന് നമ്മുടെ മനസ്സിൽ ഒരു പ്ലാൻ, ഒരു സ്വപ്നം എല്ലാ ആളുകൾക്കും ഉണ്ടാവും. സ്വപ്നം കാണാത്ത ആരുമില്ല, അല്ലെ? പക്ഷെ ആ സ്വപ്നങ്ങൾ എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചിന്താ വൈകല്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ട ആഗ്രഹം? നിങ്ങളുടെ ഗോൾ ലിസ്റ്റ് നോക്കുക. ഇനി ഗോൾ ലിസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതി വെച്ചിട്ടില്ല, ഗോൾ ലിസ്റ്റേ തയ്യാറാക്കിയിട്ടില്ല, കുഴപ്പമില്ല. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണുമല്ലോ. നല്ലൊരു ജോലി, വരുമാനം, വിവാഹം, അതിപ്പോ നമ്മുടെയോ അല്ലെങ്കിൽ മകന്റെയോ മകളുടെയോ ഒക്കെ വിവാഹമായിരിക്കാം, പുതിയൊരു വീടായിരിക്കാം, വാഹനമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, കുടുംബത്തെ സ്വസ്ഥത സമാധാനം ഒന്നും ഇല്ലാത്തവർക്ക് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതമായിരിക്കാം ആഗ്രഹിക്കുന്നതെങ്കിൽ അത്. എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും ആകാം. ഈ ആഗ്രഹങ്ങളെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നോട്ട്ബുക്കിൽ നമ്മൾ തന്നെ രചിക്കുകയാണ്. നമ്മൾ തന്നെ ഭാവിയിൽ നടക്കേണ്ട ഒരു കാര്യത്തെ പ്രസന്റില് നമ്മൾ ഇന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എഴുതി വെക്കുന്നതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വാക്കുകൾക്ക് എനർജി ഉണ്ട് എന്ന് നമുക്കറിയാം. എഴുതി വെക്കുമ്പോൾ പേപ്പർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന സാങ്കല്പികമായിട്ടുള്ള കാര്യത്തെ ഫിസിക്കൽ ഫോമിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പറഞ്ഞ് പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന എനർജിയെ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ആ എനർജി. അതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുമ്പോൾ അത് ഇൻടാഞ്ചിബിൾ ആയിട്ടാണ്, നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല, സാങ്കല്പികമാണ്. ഇത് പേപ്പറിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ഫിസിക്കൽ ആണ്, ടാഞ്ചിബിൾ ആണ്, നമുക്ക് കാണാം. ആ ബുക്ക് എന്ന് പറയുന്നത് കാണാം, ബുക്കിലെ ഓരോ പേപ്പർ നമുക്ക് കാണാം, അത് ടച്ച് ചെയ്യാം. അപ്പൊ ഫിസിക്കൽ ഫോമിലായി. ഇതിനൊരു എനർജി ഉണ്ട്. പേപ്പറിന് എനർജി ഉണ്ട്, നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾക്ക് എനർജി ഉണ്ട്, ആ വാക്കുകൾക്ക് എനർജി ഉണ്ട്. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളായിട്ട് മാത്രം പോസിറ്റീവ് വാക്കുകൾ അതിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. പ്രസന്റിലാണ് നമ്മൾ അത് അവതരിപ്പിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ 2028 ഒരു വീട് എന്ന് പറയുന്നത്, സ്വന്തമായിട്ടൊരു വീട് സ്വപ്നം കാണുന്ന ഒരാളാണ് എങ്കിൽ ആ 2020 നമ്മൾ തന്നെ പറയുകയാണ്, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറയണതാണ് കേട്ടോ. ഇന്ന് 2028 ജാനുവരി 15 ഇന്ന് ഞങ്ങളുടെ ഡ്രീം ഹോമിന്റെ പ്ലാൻ എഞ്ചിനീയർ ഞങ്ങൾക്ക് വരച്ചു തന്നു. ഞങ്ങളുടെ സ്വപ്ന സൗധം ഞങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ തുടക്ക കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നും നമുക്ക് പറയാം. ഇനി അതിനായിട്ട് വീടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനേക്കാൾ മുമ്പ് സ്ഥലം വാങ്ങുന്ന തുടങ്ങിയുള്ള കാര്യമാണ്. സ്വന്തമായിട്ട് സ്ഥലം ഇല്ലെങ്കിൽ അത് വാങ്ങുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇന്നത്തെ ദിവസം ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ ഞങ്ങളെ വിളിച്ചു. നമുക്ക് ചുമ്മാ അവർക്കൊക്കെ ഒരു കഥാപാത്രമായിട്ട് പേരിടാം. ബാബു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിളിച്ചു, ഇന്ന സ്ഥലത്ത് നമ്മുടെ കൈവശമുള്ള പണത്തിനനുസരിച്ച്. അപ്പൊ അതൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. സെന്റിന് ഇത്ര രൂപ വെച്ച് 5 സെന്റ് സ്ഥലം കൊടുക്കാനുണ്ട് എന്ന് വിളിച്ചു പറയുകയും ഞങ്ങൾ അവിടെ പോയി കാണുകയും ചെയ്തു. മനസ്സിന് ആഗ്രഹിച്ച അതേ സ്ഥലം തന്നെ. ഇപ്പൊ ചിലർ ആഗ്രഹിക്കില്ല, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം വേണം, മുമ്പിൽ പാടോ അങ്ങനെ വയലൊക്കെ ആയിട്ടുള്ളതാണ്, അങ്ങനെ പുഴയുടെ തീരത്തുള്ളതാണെങ്കിൽ അങ്ങനെ. അപ്പൊ അതേപോലെയുള്ള ഒരു സ്ഥലം തന്നെ ആയിരുന്നു അത്. ടോക്കൺ അഡ്വാൻസ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ടോക്കൺ കൊടുക്കാനായിട്ടുള്ള അഡ്വാൻസ് കഴിഞ്ഞ ദിവസം ഭാഗ്യവശാൽ ഒരു ലോട്ടറി എടുക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയൊക്കെ പറയാം. അതിനകത്തൊരു 50,000 രൂപ ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാം. അപ്പൊ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ഇതൊക്കെ കിട്ടിയതായിട്ട് നമ്മളിങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ആ വീട് കയറി താമസിച്ച് കഴിഞ്ഞിട്ട്, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ, ഇനി ആഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. തീർച്ചയായിട്ടും ഒരു ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നമ്മളെന്ന് പറയുന്നത് പുതിയൊരു വ്യക്തിയായി തീർച്ചയായിട്ടും മാറും. നമ്മുടെ കയ്യിൽ 10,000 രൂപ ഇൻകം കിട്ടുന്ന പോലെ അല്ലല്ലോ 30,000 50,000 കിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിത രീതി മാറും. എന്തിന് 3 വയസ്സായ ഒരു കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുവിടുമ്പോൾ അത് LKG മാറുമ്പോൾ തന്നെ അവന്റെ അല്ലെങ്കിൽ അവളുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കഴിഞ്ഞില്ല. കുട്ടിയുടെ യൂണിഫോം ഒക്കെ ഇട്ട്, ടാഗ് ഒക്കെ ഇട്ട്, ബെൽറ്റ് ഇട്ട്, ഷൂ ഇട്ട്, അതിൻ്റെതായ സമയം വരുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സിനോ അല്ലെങ്കിലൊക്കെ പോകേണ്ട. അപ്പൊ ആ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറുകയാണ്. ഇതേപോലെ ഇതിന് ശേഷം ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞാലത്തെ ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ കുടുംബാംഗങ്ങള്, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നു, ഇത് ഞാൻ ഭാവനയിൽ കാണുന്നത് എന്ത് ചെയ്യുന്നു, ഞാൻ ബുക്കിലേക്ക് എഴുതി വെക്കുകയാണ്. അപ്പൊ എന്താ ഇതിന്റെ റിസൾട്ട് എന്ന് ഞാൻ പറയാം. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ മറ്റു പല ഒരുപാട് ചിന്തകൾ വന്ന് വിഷ്വലൈസേഷനെ തടസ്സപ്പെടുത്തുമ്പോൾ എനർജി ലെവൽ ലോ ആകും. ഓക്കെ, ആ എനർജി ലെവൽ ഒന്ന് കട്ടാകും അല്ലെങ്കിൽ ലോ ആകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ പേപ്പറിൽ നമ്മളിപ്പോ കത്ത് എഴുതുക എന്ന് പറയില്ലേ, കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ, നമ്മൾ ഇങ്ങനെ അത് ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും. ഒരു വ്യക്തിക്ക് എഴുതുവാണെങ്കിൽ ആ വ്യക്തിയുടെ മുഖം, കാര്യങ്ങൾ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, ഇപ്പൊ കത്തയക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പത്രത്തിൽ ഇന്ന അഡ്വർടൈസ്മെന്റ് കണ്ട് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് കണ്ട് നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പൊ കമ്പനിയുടെ പേര്, അവിടെ സാലറി സ്കെയിൽ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ മെൻഷൻ ചെയ്ത് നമ്മൾ കൊടുക്കുവാണ്. ഡേറ്റ് ഇട്ട് വേണമെങ്കിൽ ഡേറ്റ് ഇട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെച്ചു. ഇനി എഴുതി വെച്ച കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ ആ എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ, ഇതിന്റെ എന്ത് ചെയ്യുമ്പോഴും ഒരു കാര്യം ഓർത്താൽ മതി. ലോ ഓഫ് അട്രാക്ഷന്റെ എന്ത് ടെക്നിക്ക് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സിനെ ശ്രദ്ധിക്കുക. അതായത് ഒരു ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തു, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം, സമാധാനം, എന്തോ ഒരു ഭാരം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയി, എല്ലാം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ, ഒരു ഹോപ്പ്. ഇതൊക്കെയാണ് റിസൾട്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഫലിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇതാണ് ഇതിന്റെ റിസൾട്ട് വരേണ്ടത്. അതാണ് നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് ആയിട്ട് നമുക്ക് പറയേണ്ടത്. നിർവികാരിയായിട്ടിരുന്നു കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സും തോന്നുന്നില്ല, ഒരു സന്തോഷവും സമാധാനവും തോന്നുന്നില്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് ആ എനർജി ലെവൽ ശരിയായ രീതിയിൽ നിങ്ങളിൽ വർക്ക് ആകുന്നില്ല. അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എനർജി ലെവൽ ഹൈ ആക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള പ്രാക്ടീസ് വേണം ചെയ്യാനായിട്ട്. അപ്പൊ സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾ അതൊരു കഥ രചിക്കുന്ന പോലെ നമ്മൾ എഴുതുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് എമ്പുരാൻ ഫിലിം റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പൃഥ്വിരാജ് സാറ് പറഞ്ഞൊരു കാര്യം ഇല്ലേ, അതായത് ഈ ഫിലിം മേക്ക് ചെയ്യുന്ന ടൈമില് ബിഹൈൻഡ് ദ സ്ക്രീൻ, ആ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു, മനസ്സിൽ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഫിലിം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്ന ക്രൗഡ്, അത്രയും ആൾക്കൂട്ടം, തിരക്ക്, ട്രാഫിക് പോലും, അതായത് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത വിധത്തില് റോഡുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്നത്, തിയേറ്ററിന്റെ പരിസര പ്രദേശങ്ങളിലുള്ളതെല്ലാം അതേപോലെ തന്നെ യാഥാർത്ഥ്യമായി തീർന്നു. അദ്ദേഹം വിഷ്വലൈസ് ചെയ്തൊരു കാര്യം ഇതുപോലെ എത്രയോ സെലിബ്രിറ്റീസ് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ ഒരു ചെറിയൊരു ഇപ്പൊ ഓരോ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടുന്നില്ല, പക്ഷെ ഒരുപാടുണ്ട് ആളുകൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. ഒരു കാര്യം ഓർത്തോ, തീവ്രമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നടന്നിരിക്കും. ആ തീവ്രമാണ് ആഗ്രഹമെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല, ആഗ്രഹം തീവ്രമാണെങ്കിൽ നമ്മൾ അതിന് പിന്നാലെ നമ്മൾ പ്രയത്നിക്കും, ഇനീഷ്യേറ്റീവ് എടുക്കും. ഉറപ്പായിട്ടും അത് നമ്മളെ തന്നെ തേടി വരികയും ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് ബുക്കിൽ എഴുതി എന്താ ചെയ്യേണ്ടേ, എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പോ, 2 നേരം പറ്റും എന്നാണെങ്കിൽ അങ്ങനെ, വേണ്ട ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം, എപ്പോഴാണെന്ന് വെച്ചാൽ ആവട്ടോ, നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ, കൂടുതൽ നല്ലത് രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയം നോക്കുക. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓഫ് ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ അതിന്റെ ആക്റ്റീവ് പാർട്സ് എല്ലാം നിർത്തി ഒരു ശാന്തതയിലേക്ക്, ഒരു മയക്കത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന ടൈമിലാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് കയ്യിലെടുക്കുക, അത് വായിക്കുക.
ബുക്കുകളൊക്കെ വായിക്കുന്ന ആളുകൾക്കാണ് മനസ്സിലാവും. കഥ ഒക്കെ വായിക്കുന്ന ആളുകൾ അല്ലെ, നിങ്ങൾക്ക് കഥ വായിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ബുക്ക് എടുത്തിട്ട് നമ്മളിപ്പോ ഒരു നോവല് വായിക്കുകയാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ യാത്ര ചെയ്യുന്നതിന്റെ വിവരണമാണെങ്കിൽ നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും. നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഒരു വലിയൊരു മരത്തിന്റെ ചുവട്ടില് ഞാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരാൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ, ഒരു വലിയ മരവും അതിന്റെ ചുവട്ടിൽ ആ വ്യക്തി വന്നിരിക്കുന്നൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരും. ഇതേപോലെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്കത് കാണാൻ സാധിക്കും. ശേഷം ആ ബുക്ക് മടക്കി വെക്കുക, നമ്മൾ അത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ മനക്കോട്ട കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ സ്വപ്നം കണ്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുക. അപ്പൊ ഉറങ്ങുമ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നോളും. ഇത് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു തവണ എഴുതിയാൽ മതി, എഴുതുന്നത് ഒരു തവണ മതി, പക്ഷെ നമ്മൾ ഡെയിലി അത് വായിക്കണം. ഇവിടെ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യൊന്നും വേണ്ട, ഡെയിലി അത് വായിച്ചോളുക. അങ്ങനെ വായിച്ച് നമ്മുടെ ആ ഡ്രീം നടക്കുന്നവരെ നമുക്കിത്, കാരണം അതിൽ നിന്ന് നമ്മൾ വിട്ടു പോയിട്ടില്ല, ഈ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വ്യതിചലിച്ചിട്ടില്ല. അത് ഓരോ ദിവസം ചെല്ലുമ്പോഴും അത് ശക്തമായി എന്നെ മുന്നോട്ട് നയിക്കുന്നു. ആ എനർജി എന്നിൽ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ലോജിക്കാണ് ഇതിന്റെ പിന്നിൽ വരുന്നത്. ഇനി കുറച്ചുകൂടി എഫക്റ്റീവ് ആകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കോളൂ. അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ വായിച്ചിട്ട് ആ ബുക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ. ഇപ്പൊ കബോർഡിൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ടേബിളിലാണെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനും കാണണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചു വെക്കാം. പക്ഷെ തലേണയുടെ അടിയിൽ ആ ബുക്ക് വെച്ചിട്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുകയാണ് എങ്കിൽ നമ്മുടെ ആ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു നിർദ്ദേശം അവിടെയും അതുപോലെ ഫിസിക്കൽ എനർജി ആണല്ലോ ബുക്കിലുള്ളത്. അപ്പൊ ആ ഫിസിക്കൽ എനർജിയും നമ്മുടെ ശരീരത്തിലെ എനർജിയും കൂടി മാച്ച് ആയിട്ട് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി വേഗത്തിലാകാനായിട്ട് സഹായിക്കും. അതൊരു കാര്യം മാത്രമാണ്, അങ്ങനെ തലേണയുടെ അടിയിൽ തന്നെ വെക്കണം എന്നൊന്നും ഇല്ല, എവിടെയാണെന്ന് വെച്ചാൽ വെക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ 12-12 ടെക്നിക്കിലും എഴുതിയ പേപ്പർ എന്ത് ചെയ്യണം എന്നുള്ളത്, അത് നമ്മൾ ഈ 21 ഡേയ്സ് ഒരു കണക്ക് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴെല്ലാം ആ എഴുതിയ പേപ്പർ നമുക്ക് ഒന്നുകിൽ അത് കത്തിച്ച് കളയുകയോ അത് കീറി കളയുകയോ ചെയ്യാം. കാരണം പിന്നീട് നമ്മൾ അത് അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ് ഇട്ട് ഇത്ര ദിവസം ചെയ്യാന്ന് പറയുന്ന എല്ലാ കാര്യവും ആ ദിവസം കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാന്നാണ് ഓട്ടോമാറ്റിക്കലി അതിന്റെ അർത്ഥം. അതിനോടകം നടക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നമ്മളത് പ്രപഞ്ചത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു, അവിടെ അതിന്റെ പ്രോസസ്സിങ് നടക്കുകയാണ്. ഇനി ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമ്മളിലേക്ക് അത് വന്നു ചേരും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്താ ഇതിനകത്ത് ഈ വിശ്വാസം പോകാൻ ഒരു കാരണം എന്നറിയോ? നമ്മൾ തന്നെ വിചാരിക്കുകയാണ് ഇന്ന ദിവസത്തിനകം അത് നടക്കണം. നമ്മൾ തന്നെ ഒരു സമയം വെച്ചിട്ട് ഈ സമയത്തിനുള്ളിൽ എനിക്കത് വേണം എന്നുള്ളതാണ്. അപ്പൊ ഈ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾക്ക് ഇപ്പൊ അതില്ല എന്നുള്ളതല്ലേ. ഇതാണ് നീണ്ടു പോകുന്നതിന്റെ ഒരു കാരണം. പിന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ വിവാഹം, ഒരു കുട്ടി ഉണ്ടാകുന്നത്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇന്ന ദിവസം ഇത്ര മണിക്ക് എന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അതൊക്കെ സംഭവിക്കുന്നതാണ് ഓരോരോ സമയത്ത്. യഥാർത്ഥത്തിൽ അത് സംഭവിക്കേണ്ട സമയത്ത് അത് സംഭവിച്ചു പോകുന്ന ഓരോരോ കാര്യങ്ങളാണ്. വിവാഹം, കുട്ടി ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ വീടിന്റെ കാര്യമാണെങ്കിലും നമ്മളിപ്പോ എത്ര ഹൗസ് വാമിംഗ് നടത്തേണ്ട ഡേറ്റ് ഒക്കെ പലരും പറഞ്ഞിട്ട് ഇത്ര മാസം ഇത്രാം തീയതി ഇന്ന മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, പണം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നവർക്ക് അങ്ങനെ. എന്നാൽ പോലും എത്രയോ പേര് പണം കയ്യിൽ ഉണ്ടായിട്ടും സമയത്ത് അത് നടത്താൻ പറ്റാതെ വരുന്നവരും, കയ്യിൽ പണമൊന്നും ഇല്ലെങ്കിലും എങ്ങനെയൊക്കെയോ ദൈവം സഹായിച്ചത് നടന്നു എന്ന് പറയുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് കരുതുക. യൂണിവേഴ്സിന് അറിയാം, ദൈവത്തിന് അറിയാം ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു തരേണ്ട ശരിയായ സമയം എപ്പോഴാണെന്നുള്ളത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു കാര്യം കൂടിയേ ഉള്ളൂ, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, കൊച്ചുകുട്ടിയായിരുന്നപ്പോ നമ്മളെ ഈശ്വരൻ ഇങ്ങോട്ട് വിട്ടത് തന്നെ ഒരു സ്നേഹത്തിന്റെയും എന്താ പറയണ സന്തോഷത്തിന്റെയും ഒരു സമുദ്രം തന്നെ നമ്മുടെ മനസ്സിൽ തീർത്താ വിട്ടിരുന്നേ. അതുകൊണ്ടല്ലേ കൊച്ചു കുട്ടികൾ ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് എന്തറിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇത്ര ലക്ഷം രൂപയുള്ള കാറിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ടെന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ ആ കുട്ടി. അത് ഹാപ്പിയാണ് എപ്പോഴും, അല്ലെ? പിന്നെ എപ്പോഴാ ഇതൊക്കെ പോകുന്നത്? വളർന്നു വന്ന് പല സാഹചര്യങ്ങളിലേക്ക് കടന്നു, ചിന്തകൾ വന്നു, ആ ചിന്തകള് ഒരു ജീവിതം സൃഷ്ടിച്ചു.
ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോയപ്പോഴാണ് കമ്പാരിസണും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയും പ്രതീക്ഷകള് കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുകയും നമ്മൾ തന്നെ നമുക്കൊരു വിലങ്ങുതടിയായിട്ട് മാറുകയും ഒക്കെ ചെയ്ത് നമ്മുടെ സന്തോഷത്തിന് നമ്മൾ തന്നെ അതിരുകൾ വെക്കാൻ തുടങ്ങി അല്ലെ? ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്, എപ്പോഴും സന്തോഷവും സ്നേഹവും സൃഷ്ടിക്കുന്ന ഒരു കൊച്ചുകുട്ടി. ആ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എപ്പോഴും പുറത്തെടുക്കുകയാണ് എങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടും നമ്മളിൽ തന്നെ സ്നേഹം സൃഷ്ടിച്ച് നമുക്കിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ കൂടുതൽ പോസിറ്റീവ് ആക്കി മാറ്റും, ഹൈ എനർജി ലെവലിലുള്ളവരാക്കി മാറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ആയി മാറട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക്